പ്രിയമുള്ള നമ്മുടെ നാട്ടിലെ എല്ലാ നല്ലതായ നാട്ടുകാർക്കും എൻ്റെ ഇന്ത്യ എന്ന നാടിനെ സ്നേഹിക്കുന്ന എൻ്റെ എല്ലാ നല്ലതായ ആളുകൾക്കും ഇന്ന് ഓഗസ്റ്റ് 15 നാഷണൽ ഡേ ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഇന്നേക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. നമ്മുടെ മഹാത്മാഗാന്ധിജി നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നപ്പോൾ ഓരോ ഇന്ത്യൻ പൗരനും ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് നമുക്കൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്തിനും ഒരു സ്വാതന്ത്ര്യമായിട്ട് ആരും കണക്കാക്കരുത്. നമ്മുടെ നാനാജാതിയിൽപ്പെട്ട ജനങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. മറ്റുള്ളവരെ അടിമത്തമില്ലാതെ ജീവിക്കാൻ വേണ്ടി നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നമുക്ക് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം അതൊരു നാഷണൽ ഡേയോ അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് 15 നമുക്ക് ഒതുങ്ങി നിൽക്കുന്ന ഒരു കഥയല്ല. നമ്മുടെ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് നാനാ ജാതി മതസ്ഥർ തിങ്ങിക്കൊള്ളുന്ന ഒരു രാഷ്ട്രമാണ്. ഇവിടെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും പാഴ്സ്യനും ജൈനമതക്കാരനും ബുദ്ധമതക്കാരനും എല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. പഴയ കാലത്ത് ഓഗസ്റ്റ് 15 സ്കൂളിൽ പോകാതിരിക്കും. നമ്മളൊക്കെ ഓഗസ്റ്റ് 15 വന്നിട്ട് വേണം ഒരു ദിവസം ലീവ് കിട്ടിയിട്ട് വേണം നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ ഒരു ലീവ് എടുക്കാനുള്ളൂ. ഇന്ന് അങ്ങനെയല്ല വേണ്ട. നമ്മൾ മക്കളെ ഓഗസ്റ്റ് 15 ആകുമ്പോൾ സ്കൂളിലേക്ക് പറഞ്ഞയക്കണം. കുട്ടികൾ ഓഗസ്റ്റ് 15 നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കഴിഞ്ഞു പോയി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ വിവരിക്കുന്നൊരു ഭാഗമുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും. സ്കൂളിലേക്ക് വിട്ട് അവരെ ഓഗസ്റ്റ് 15 പങ്കെടുപ്പിക്കുക. അല്ലാതെ നമ്മുടെ മക്കളായി ചിന്തിപ്പിക്കേണ്ടതാണ്. നമ്മുടെ നാട്ടിൽ പായസങ്ങളൊക്കെ വെച്ച് വിളമ്പി ഓഗസ്റ്റ് 15 പല പല സ്ഥലങ്ങളിലൊക്കെ എല്ലാവരും ക്ലബുകളിലും സ്കൂളുകളിലും അതുപോലെ മദ്രസ സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ഓഗസ്റ്റ് 15 ആഘോഷിച്ചു. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അതിൽ ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റൊന്നുമില്ല. ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിന് ഈ രാജ്യത്തിന് നമ്മുടെ രാഷ്ട്രപിതാവ് നേടിത്തന്ന അത്രയും ത്യാഗങ്ങളും ബുദ്ധിമുട്ടും വേദനയും സഹിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ തോക്കിൻ്റെ മുമ്പിൽ നിന്നും നെഞ്ചോടെ വീറോടെ വാശിയോടെ എൻ്റെ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പലർക്കും ഇന്ന് രാഷ്ട്രപിതാവിനെ അറിയാതെ പോകുന്നുണ്ട്. ആരാണ് രാഷ്ട്രപിതാവ് എന്നുള്ളത് നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. വരും കാലങ്ങളിൽ രാഷ്ട്രപിതാവിനെയും ജവഹർലാൽ നെഹ്റുവിനെയും രാജീവ് ഗാന്ധിയെയും ഇന്ദിരാഗാന്ധിയെയും അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യ ഭരണത്തിൽ ഒരുപാട് പങ്കുവച്ച ആളുകളെ നമ്മളൊക്കെ മറന്നു പോകുന്നൊരു കാലം വരും. അപ്പോൾ അതൊക്കെ നമ്മൾ മക്കൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ എല്ലാവർക്കും ഇന്നത്തെ ഈ ഓഗസ്റ്റ് 15 നാഷണൽ ഡേയിൽ എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് അടുത്ത ഓഗസ്റ്റ് 15 നല്ലൊരു തുടക്കമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ്.